പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ക്രൈം ഡയറീസ് ചർച്ച ചെയ്യുന്നു കാരണവർ വധക്കേസിനെ കുറിച്ച്. കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ചയായിട്ടുള്ളൊരു കാര്യമാണ് കാരണവർ വധക്കേസും അതിലെ പ്രതി ഷെറിൻ്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്താണ് കാരണവർ വധക്കേസ്? എങ്ങനെയാണ് ഷെറിൻ പ്രതിയായത്? ഷെറിന് DIG പ്രദീപുമായി ബന്ധമല്ലതുമുണ്ടോ? ഇതൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോയിൽ നിർബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്താണ് കാരണവർ വധക്കേസ് എന്ന കാരണവർ വധക്കേസിനെ കുറിച്ചും പ്രതി ഷെറിന് ജയിൽ DIGയുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ സഹതടവുകാരുടെ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ പൂർണ്ണമായും ചർച്ച ചെയ്യും. എന്താണ് കാരണവർ വധക്കേസ്? കാരണവർ വധക്കേസ് ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്തത് എങ്ങനെ? ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം കാരണവർ വധക്കേസ് പ്രതി ഷെറിന് ജയിൽ DIG പ്രദീപുമായി അടുത്ത ബന്ധമെന്ന് സഹതടവുകാരുടെ വെളിപ്പെടുത്തൽ ഈ ഇടയിൽ ഉണ്ടാകുന്നു. മറ്റൊരു തടവുകാർക്കും ഇല്ലാത്ത സ്വാതന്ത്ര്യം ഷെറിന് ജയിലിൽ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണം. മന്ത്രി ഗണേഷ് കുമാറുമായും ഇവർക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് ഷെറിൻ പറഞ്ഞിരുന്നുവെന്നും സഹതടവുകാരി സുനിത കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വെളിപ്പെടുത്തലിൽ വ്യക്തമാണ്. ലോക്കപ്പ് പൂട്ടിയ ശേഷവും ഷെറിൻ വൈകുന്നേരങ്ങളിൽ പുറത്തേക്ക് പോകുമെന്നും സുനിത പറയുന്നു. മറ്റു തടവുകാർ ജയിലിൽ ക്യൂ നിന്ന് ഭക്ഷണം വാങ്ങുമ്പോൾ ഷെറിൻ ആവശ്യപ്പെടുന്ന ഭക്ഷണം അവരുടെ റൂമിൽ കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ പോലീസുകാരുണ്ടത്രേ. ബെഡ്ഷീറ്റ്, കിടക്ക, തലയണ തുടങ്ങിയ സൗകര്യങ്ങൾ ലഭിച്ചിരുന്നുവെന്നും മേക്കപ്പ് സാധനങ്ങളും ഫോണും പോലും ജയിലിൽ ഷെറിന് അനുവദിച്ചു എന്നുള്ളതുമാണ് സഹതടവുകാരി സുനിത പറഞ്ഞിരിക്കുന്നത്. ജയിലിൽ തടവുകാർക്ക് നൽകുന്ന വസ്ത്രമല്ലാതെ വീട്ടിൽ നിന്ന് തയ്പ്പിച്ചു കൊണ്ടുവന്ന വസ്ത്രമാണ് ഷെറിൻ ധരിച്ചതെന്നും സഹതടവുകാരി വെളിപ്പെടുത്തുന്നു. ഷെറിനെ കാണാനായി ജയിൽ DIG പ്രദീപ് സ്ഥിരമായി ജയിലിൽ വരാറുണ്ടായിരുന്നത്രേ. 6 മണി കഴിഞ്ഞ് ലോക്കപ്പ് പൂട്ടിയ ശേഷവും സന്ദർശനങ്ങൾ തുടർന്നു പോയിരുന്നു. എന്നാൽ ഷെറിൻ അപ്പോൾ ലോക്കപ്പിന് പുറത്തേക്ക് പോകും. തിരിച്ചെത്തുന്നത് 1.5-2 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ്. പലതവണ ഷെറിൻ്റെ പെരുമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ജയിലിൽ പരാതി ഉയർന്നെങ്കിലും ഒരു നടപടിയും എടുത്തില്ല എന്നും അവർ പരാതിപ്പെടുന്നു. ഇടയ്ക്കിടെ പരോൾ അനുവദിച്ചിരുന്നു. കുറച്ചുനാൾ വീട്ടിൽ, കുറച്ചുനാൾ ജയിലിൽ എന്ന് പറഞ്ഞ പോലെ വളരെ സുഖവാസം പോലെയാണ് ഷെറിൻ ജയിലിൽ ജീവിച്ചിരുന്നത് എന്നാണ് പ്രധാന ആരോപണം. മന്ത്രി ഗണേഷുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഷെറിൻ പലപ്പോഴും ഗണേശേട്ടൻ എന്നാണ് മന്ത്രി ഗണേഷ് കുമാറിനെ വിളിക്കാറ് എന്നൊക്കെയാണ് സുനിത കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെടുത്തിയത്. 2015 ഷെറിൻ്റെ സുഖവാസത്തിനെതിരെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. അന്നത്തെ ജയിൽ ഉദ്യോഗസ്ഥർ ഷെറിനെ സംരക്ഷിക്കുകയും ഷെറിനെതിരെ പരാതി നൽകിയതിൻ്റെ പേരിൽ ഒത്തിരി ഭീഷണി ഉണ്ടായെന്നും സുനിത പറയുന്നു. ഇതോടെയാണ് ഈ കാരണവർ കൊലക്കേസ് വീണ്ടും ശ്രദ്ധയാകർഷിക്കുന്നത്. എന്താണ് കേരളത്തിൽ നടക്കിയ കാരണവർ വധക്കേസ്? പ്രതി ഷെറിൻ ജയിൽ മോചിതയാകുന്നത് എന്തുകൊണ്ട്? കേരളത്തിൽ ഏറെ ചർച്ചയായ ഭാസ്കർ കാരണവർ കൊലക്കേസ് പ്രതി ഷെറിൻ ജയിൽ മോചിതയാകും. അതിനൊരു പ്രധാനപ്പെട്ട കാരണം അത്തരത്തിലൊരു ഉത്തരവിന് അനുമതി നൽകി മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ദിവസങ്ങൾ മുമ്പ് തീരുമാനമെടുത്തിരിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ 14 വർഷത്തെ തടവ് ശിക്ഷ പൂർത്തീകരിച്ചെന്നും സ്ത്രീ എന്ന പരിഗണന നൽകണമെന്നും വ്യക്തമാക്കിക്കൊണ്ടും അതുപോലെ തന്നെ കാത്ത് തൻ്റെ കൊച്ച് ഇരിപ്പുണ്ടെന്നും വ്യക്തമാക്കിക്കൊണ്ട് ഷെറിൻ സമർപ്പിച്ച അപേക്ഷയിന്മേലാണ് മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനമുണ്ടായിരിക്കുന്നത്. 14 വർഷത്തെ ശിക്ഷ പൂർത്തീകരിച്ച സാഹചര്യത്തിലാണ് പ്രധാന തീരുമാനമുണ്ടായതെന്നുള്ളതാണ് നമ്മുടെ ഒരു അറിവ്. 2009 നവംബർ 7-നായിരുന്നു കാരണവർ കൊലപാതകം നടക്കുന്നത്. കേരളത്തെ നടക്കിയ ഭാസ്കര കാരണവർ കൊലക്കേസിലെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിൻ അതുപോലെ തന്നെ 3 സഹതടവുകാർ എല്ലാവരും ഇപ്പോഴും ജയിലിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു കൊലപാതകം നടന്നത് എന്നും എന്താണ് ഭാസ്കര കാരണവർ കൊലപാതകമെന്നും നമ്മൾ കൃത്യമായിട്ടും അറിയേണ്ടതുണ്ട്. ഷെറിൻ്റെ അപേക്ഷ പരിഗണിക്കുന്നത് ഒരു ഭാഗത്തിരിക്കുന്നു. ഷെറിന് ജയിലിൽ VIP പരിവേഷം നൽകിയ പരാതികൾ വേറൊരു വശത്തിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. 2009 നവംബർ 7-നാണ് ചെറിയനാട് തുരുത്തിന്മേൽ കാരണവേഴ്സ് വില്ലയിൽ ഭാസ്കര കാരണവരെ കൊല്ലപ്പെട്ട രീതിയിൽ കണ്ടെത്തിയത്. ഭാസ്കര കാരണവരുടെ ഒരു ഇളയ മകനുണ്ടായിരുന്നു. ഒത്തിരി ശാരീരിക വെല്ലുവിളികളുള്ള ഇളയ മകൻ്റെ പേര് ബിനു പീറ്റർ. ബിനു പീറ്ററിന് ഒരു താങ്ങും തണലുമാവുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഷെറിനെ കല്യാണം ആലോചിക്കുന്നത്. ബിനു പീറ്ററിൻ്റെ ഭാര്യ ഷെറിനായിരുന്നു കേസിലെ 1-ാം നമ്പർ പ്രതി. ഷെറിൻ്റെ സുഹൃത്തുക്കളായ കോട്ടയം സ്വദേശി ബാസിത്ത് അലി, എറണാകുളം വേളൂർ സ്വദേശി ഷാനു റാഷിദ്, എറണാകുളം കളമശ്ശേരി സ്വദേശി നിതിൻ എന്നിവരാണ് ഈ അരും കൊലപാതകത്തിന് സഹായം നൽകിയത്. മൂവരും തടവ് ശിക്ഷ അനുഭവിക്കുകയുമാണ്. മകൻ ബിനുവിൻ്റെ ഭാവി സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭാസ്കര കാരണവർ ഷെറിനുമായുള്ള വിവാഹം 2001 നടത്തുന്നത്. വിവാഹശേഷം അമേരിക്കയിലേക്ക് കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു. വിവാഹശേഷം അമേരിക്കയിലേക്ക് മടങ്ങിയ ഇവർ ഭാസ്കര കാരണവർക്കും ഭാര്യ അന്നമ്മയ്ക്കും ഒപ്പമായിരുന്നു താമസം.
അവിടെ കുറച്ച് നാളുകൾക്ക് ശേഷം ജോലിക്ക് കയറിയ ഷെറിൻ ഒരു മോഷണ കേസിൽ പിടിക്കപ്പെടുന്നു. തുടർന്ന് ഇരുവർക്കുമിടയിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. താമസിയാതെ കൈക്കുഞ്ഞുമായി ഷെറിനും ബിനുവും നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും. 2007 ഭാര്യയുടെ മരണത്തോടെ കാരണവരും അമേരിക്കയിലെ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരികെ എത്തും. ഷെറിനും ബിനുവും തമ്മിലുള്ള പൊരുത്തക്കേടുകളും ഷെറിനും മറ്റു പുരുഷന്മാരുമായി ഉണ്ടായിരുന്ന സൗഹൃദങ്ങളും നാട്ടിൽ പരസ്യമായതോടെ ഭാസ്കർ കാരണവർ വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. ഇതാണ് ഇവരെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യം. കൂടാതെ ഷെറിനെ സ്വത്തിൽ നിന്ന് ഒഴിവാക്കുകയും ഷെറിന്റെ വഴിവിട്ട ബന്ധങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ഇതോടെയാണ് കാരണവരെ കൊലപ്പെടുത്താൻ മൂവരും തീരുമാനിക്കുന്നത്. ഷെറിൻ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായാണ് ആ തീരുമാനത്തിലേക്ക് പോകുന്നത്. മോഷണ ശ്രമത്തിന് വേണ്ടിയാണ് കൃത്യം നടത്തിയതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഈ പറഞ്ഞ എല്ലാ പ്രതികളും ശ്രമിച്ചിരുന്നു. അതിനായി മുറിയിലും ഹാളിലും മുളക് പൊടി വിതറിയും വീട്ടിലുണ്ടായിരുന്ന ലാപ്ടോപ്പ്, ക്യാമറകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണ്ണ രുദ്രാക്ഷമാല, ഇതെല്ലാം കുറച്ച് ക്യാഷ്, അവിടെ ഇവിടെയും വെച്ച കുറച്ച് ക്യാഷ്, ഇതെല്ലാം എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ കാരണവരുടെ മുറിയിലെ അലമാറയിൽ ഉണ്ടായിരുന്ന കാശെടുക്കാൻ വിട്ടുപോയതാണ് പോലീസിന് സംശയമുണർത്തിയ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല വീട്ടിലെ പട്ടികൾ രാത്രി കുരയ്ക്കാതിരുന്നതും സംശയം ബലപ്പെടുത്തി. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം നടത്തിയ തെളിവെടുപ്പിലും ചോദ്യം ചെയ്യലിലുമാണ് മരുമകൾ ഷെറിനാണ് കുറ്റക്കാരിയെന്ന് പോലീസ് കണ്ടെത്തിയത്. സുഹൃത്തുക്കളായ ബാസിത്ത് അലി, ഷാനു റഷീദ്, അതുപോലെ തന്നെ നിതിൻ എന്നിവരാണ് കൊലപാതകത്തിന് ഷെറിന് സഹായം നൽകിയതെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. കാരണവർ വധക്കേസിൽ മൂവരും തടവ് ശിക്ഷ അനുഭവിക്കുകയുമാണ്. 2010 ജൂൺ 11 മാവേലിക്കര അതിവേഗ കോടതിയാണ് ഷെറിനെ ശിക്ഷിച്ചത്. തുടർന്ന് ഷെറിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അവിടെ നിന്ന് നെയ്യാറ്റിൻകര വനിതാ ജയിലിലേക്കും പിന്നീട് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്കും 2017 മാർച്ചിൽ തിരുവനന്തപുരം വനിതാ ജയിലിലേക്കും മാറ്റി. നെയ്യാറ്റിൻകര ജയിലിൽ അനധികൃതമായി മൊബൈൽ കൈവശം വെച്ചതിന് ഷെറിൻ അച്ചടക്ക നടപടി നേരിട്ടിരുന്നു. ഇപ്പോൾ ഷെറിൻ ജയിൽ മോചിതയാവുന്നു. ജയിൽ മോചിതയാകാനുള്ളൊരു കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർക്കാരിലേക്ക് അപേക്ഷ കൊടുത്തതിൻ്റെ പുറത്ത്. അതിൽ കാരണമെന്ന് പറഞ്ഞെങ്കിൽ സ്ത്രീ എന്നുള്ള പരിഗണന, 14 വർഷത്തെ ശിക്ഷ അവസാനിക്കുന്നു എന്നുള്ള വിഷയം, അതുപോലെ തന്നെ ഒരു കൊച്ച് അവരെ കാത്തിരിക്കുന്നു എന്നുള്ള വിഷയം. രണ്ടാമത്തെ വിഷയം ഇവരുടെ സഹതടവുകാരി പറഞ്ഞിട്ടുള്ള വെളിപ്പെടുത്തലുകൾ, DIGയുമായി ബന്ധപ്പെട്ട വിഷയം. ഇതെല്ലാമാണ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം ഓരോ പ്രേക്ഷകരും അവരുടെ അഭിപ്രായങ്ങളായി കമൻറ്റ് ചെയ്യേണ്ടത്. ആ അഭിപ്രായങ്ങൾക്ക് ഒത്തിരി വിലയുണ്ട്. നമ്മുടെ അഭിപ്രായം നമുക്ക് എവിടെ വേണമെങ്കിലും, നമുക്ക് ഒരു വിഷയത്തിന്മേൽ എന്ത് അഭിപ്രായം വേണമെങ്കിലും നമുക്ക് പറയാം. അത്തരം അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൈം ഡയറീസ് ചെയ്യുന്നതിനുള്ള ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്ക് വീണ്ടും വർദ്ധിക്കുക. ഞങ്ങളുടെ കമൻറ്റ് ബോക്സുകളിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഐ എം സൈനിങ് ഓഫ് ഫ്രം നേഷൻ ന്യൂസ് ലൈവ്. നേഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.